ഇത് ഭീതിപ്പെടുത്താൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീഡിയോ അല്ല, ഒരു മുന്നറിയിപ്പാണ്. ഈ വീഡിയോയുടെ നിർമ്മാണത്തിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വിവിധ ജില്ലാ കളക്ടർമാർ ഷെയർ ചെയ്തിരിക്കുന്ന ഡേറ്റകളും IMD അല്ലെങ്കിൽ ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡേറ്റയുമാണ്. ഈ സോഷ്യൽ മീഡിയകളുടെയും അതുപോലെ IMDയുടെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവയുടെയൊക്കെ സ്ക്രീൻഷോട്ടുകളും അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ പരിശോധിച്ച് വായിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. ആദ്യം നമുക്ക് IMDയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കഴിഞ്ഞ ആഴ്ചത്തെ മഴയെക്കുറിച്ച് മനസ്സിലാക്കാം. കഴിഞ്ഞ മെയ് മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെ 287 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ സമയത്ത് നമുക്ക് ലഭിക്കേണ്ട മഴ വെറും 52 മില്ലിമീറ്റർ മാത്രമായിരുന്നു. അതായത് ഈ 7 ദിവസങ്ങൾക്കിടയിൽ 551% അധിക മഴയാണ് നമുക്ക് ലഭിച്ചത്. വേനൽക്കാലത്ത് സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കേണ്ടത് 321 മില്ലിമീറ്റർ മഴയാണ്. എന്നാൽ ഇത്തവണ നമുക്ക് 611 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അതായത് 90% അധികമായിട്ടുള്ള ജലം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ ജൂൺ ആദ്യവാരത്തിൽ നമ്മുടെ നദികളിലും ഡാമുകളിലും ഒക്കെ ഉണ്ടായിരിക്കേണ്ട ജലത്തിനേക്കാൾ വളരെയധികം കൂടുതൽ ജലം ഇപ്പോൾ നദികളിലും ഡാമുകളിലും ഒക്കെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അതിനിർണായകമാണ്. ആ ദിവസങ്ങളിൽ എത്രമാത്രം മഴ പെയ്യുമെന്ന് നമുക്ക് പരിശോധിക്കാം. എന്നാൽ അതിനു മുൻപ് ചില ജില്ലാ കളക്ടർമാർ ഷെയർ ചെയ്തിരിക്കുന്ന നദികളിലെയും ഡാമുകളിലെയും ജലത്തിൻ്റെ അളവൊന്ന് പരിശോധിച്ച് നോക്കാം. പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് കൂടുതൽ ഡേറ്റ ഷെയർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പിക്ചറിലേക്ക് നോക്കുക. ഇവിടെ പത്തനംതിട്ട ജില്ലയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡാമുകളിലെ ജലനിരപ്പ് നമുക്ക് കാണാൻ സാധിക്കും. മണിയാറിലും മൂഴിയാറിലും ഇപ്പോൾ ആവശ്യത്തിലധികം ജലമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡാമുകൾ തുറന്നിട്ടുണ്ട്. എന്നാൽ അത് അത്ര വലിയ കാര്യമായിട്ട് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ 2 ഡാമുകളും വളരെ ചെറിയ ഡാമുകളാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള ഡാമുകളാണ് പമ്പയും ആനത്തോടും. ആനത്തോട് ഡാമിൻ്റെ പരമാവധി ജലസംഭരണം 981.46 മീറ്ററാണ്. അവിടെ നിലവിൽ 960.2 മീറ്റർ ജലമുണ്ട്. ഇനി 20 മീറ്ററിൻ്റെ ഒരു വർധനവ് കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആനത്തോട് തുറക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. പമ്പ ജലസംഭരണിയുടെ പരമാവധി കപ്പാസിറ്റി 986 മീറ്ററാണ്. അവിടെ നിലവിൽ 975 മീറ്ററിൻ്റെ ജലം അടങ്ങിയിട്ടുണ്ട്. അതായത് വെറും 10 മീറ്ററിൻ്റെ ഒരു വർധന ഉണ്ടായാൽ പോലും ആ ഡാം തുറക്കേണ്ടി വരും. പത്തനംതിട്ട ജില്ലാ കളക്ടർ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രത്തിൽ അവിടുത്തെ നദികളിലെ ജലം ഇപ്പോൾ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പമ്പ, അച്ചൻകോവിൽ, മണിയാർ നദികളിൽ ഇപ്പോൾ യെല്ലോ, ഓറഞ്ച് അലേർട്ടുകളാണുള്ളത്. റെഡ് അലേർട്ടായി മാറിക്കഴിഞ്ഞാൽ അവിടെ അതിശക്തമായിട്ടുള്ള പ്രളയമാണ് സംഭവിക്കുക. ഈ ഒരു ഗ്രാഫിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ജലത്തിൻ്റെ വർധനവ് മനസ്സിലാക്കാം. സാധാരണഗതിയിലുള്ള ഒരു ഉയർച്ചയല്ല, പൊടുന്നനെയുള്ള ഉയർച്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് IMDയുടെ വെബ്സൈറ്റിലേക്ക് മടങ്ങിപ്പോകാം. അവിടെ ജൂൺ മാസം 5-ാം തീയതി വരെ പെയ്യാൻ സാധ്യതയുള്ള മഴയെക്കുറിച്ചുള്ള പ്രഡിക്ഷൻ ഉണ്ട്. ആ പ്രഡിക്ഷൻ അനുസരിച്ച് സാധാരണഗതിയിൽ പെയ്യേണ്ട മഴയേക്കാൾ കൂടുതൽ മഴ കേരളത്തിൽ ഉടനീളം ലഭിക്കുന്നതാണ്. ഇത് വലിയ അപകടകരമായിട്ടുള്ള ഒരു കണക്കാണ്. ജൂൺ മാസത്തിൻ്റെ തുടക്കമെന്ന് പറയുമ്പോൾ കേരളത്തിൽ സാധാരണഗതിയിൽ കൂടുതലായിട്ട് മഴ ലഭിക്കേണ്ടതാണ്. അതാണ് ശരാശരി കണക്ക്. ആ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് ഈ കണക്കിലൂടെ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ മെയ് അവസാന വാരത്തിൽ ലഭിച്ച മഴയേക്കാൾ കൂടുതൽ മഴ ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ ലഭിച്ചേക്കുമെന്നാണ്. IMDയുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇല്ലുസ്ട്രേഷനിലേക്ക് നോക്കുക. ഈ ഒരു ഇല്ലുസ്ട്രേഷൻ അനുസരിച്ച് ജൂൺ മാസം 5-ാം തീയതി വരെ കാസർഗോഡ്, കണ്ണൂർ, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകൾ അതിശക്തമായിട്ടുള്ള മഴയായിരിക്കും ലഭിക്കുക. മറ്റ് ജില്ലകളിലൊക്കെ ശരാശരി മഴയും ലഭിക്കും. ജൂൺ മാസം 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള കണക്കുകൾ ആശ്വാസകരമാണ്. സാധാരണഗതിയിൽ ലഭിക്കേണ്ട ആവറേജ് മഴയേക്കാൾ കുറഞ്ഞ മഴയായിരിക്കും കേരളത്തിൽ ഉടനീളം രേഖപ്പെടുത്തുക. ഇനി വരാൻ പോകുന്ന ഒരാഴ്ചയിലെ മഴയുടെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് അല്പം സന്തോഷത്തിന് വകയുണ്ട്. കാരണം തമിഴ്നാടിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലെ ഏതാനും ചില പ്രദേശങ്ങളിൽ സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ കുറച്ച് മഴയായിരിക്കും ലഭിക്കുക. ഈ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള മഴ ലഭിക്കേണ്ടതാണ്. ഈ മേഖല തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡാമുകളുടെ വൃഷ്ടിപ്രദേശം. അവിടെ മഴ കുറയുന്നത് കൊണ്ട് തന്നെ ഡാമുകളിലേക്ക് എത്തിച്ചേരുന്ന ജലത്തിൽ കുറവ് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആലപ്പുഴ ജില്ലാ കളക്ടറിന്റെ പേജിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തോട്ടപ്പള്ളി സ്പീൽവേയിൽ നിന്നും കൂടുതലായിട്ട് ജലം കടലിലേക്ക് ഒഴുക്കിവിടുന്നതിൻ്റെ ഭാഗമായിട്ട് യന്ത്രങ്ങളെ സജ്ജീകരിച്ചു എന്നാണ്. ഇത് ശരിക്കും വലിയൊരു അനുഗ്രഹമാണ്. കൂടുതലായിട്ട് ജലം ഈ നദികളിലും ഡാമുകളിലും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ജലമൊക്കെ ഒഴുകിപ്പോകുന്നത് കുട്ടനാട് മേഖലകളിലേക്കാണ്. ആ ജലത്തെ എത്രയും പെട്ടെന്ന് തന്നെ കടലിലേക്ക് നമുക്ക് ഒഴുക്കി വിടണം. കടൽ ഈ ജലത്തെ കൂടുതലായിട്ട് സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പരിധിവരെ പ്രളയത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും വേലിയേറ്റം ഉണ്ടാവാൻ പാടില്ല. വേലിയേറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ കടലിൽ നിന്നും കൂടുതൽ ജലം
നമ്മുടെ കായലുകളിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മലയോര പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ജലത്തിന് സമുദ്രത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. വലിയ ഇറക്കമാണെങ്കിൽ അത് നമുക്ക് ശരിക്കും ഒരു അനുഗ്രഹമായി മാറും. ഈ വീഡിയോയിൽ കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കണക്കുകൾ ഒരാഴ്ച ദൈർഘ്യമുള്ള കണക്കുകളാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത ഇത് അതേപടി നടക്കാനാണ്. മെയ് മാസത്തിന്റെ മധ്യത്തോടു കൂടി തന്നെ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ഇടവപ്പാതിയിലല്ല, അത് കുറച്ചുകൂടെ മുൻപേ ആയിരിക്കുമെന്ന്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന കാലാവസ്ഥാ പ്രവചനവും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ആദ്യത്തെ കണക്കുകൾ അനുസരിച്ച് മെയ് മാസം 28-ാം തീയതി വരെ മാത്രമേ ആദ്യഘട്ട സ്പെല്ല് സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലെ ശക്തമായിട്ടുള്ള മഴ സംഭവിക്കുകയുള്ളൂ. എന്നാൽ മെയ് 28-ാം തീയതിയോട് അടുപ്പിച്ചു വന്നിട്ടുള്ള ചില കണക്കുകൾ അനുസരിച്ച് മെയ് 28-ാം തീയതിക്ക് ശേഷവും ശക്തമായിട്ടുള്ള മഴ തുടരും. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. IMDയുടെ വെബ്സൈറ്റിൽ ഓരോ ജില്ലകളിലും ഇനി വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളിലെയും അലേർട്ടുകളെ കുറിച്ചുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ജൂൺ മാസം 1-ാം തീയതി യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടുകളുമാണ് മിക്ക ജില്ലകളിലും ഉള്ളത്. എന്നാൽ ജൂൺ മാസം 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കണ്ണൂർ, കാസർഗോഡ് മേഖലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ബാക്കിയുള്ള ജില്ലകൾ ഗ്രീൻ അലേർട്ടാണ്. എന്നാൽ എറണാകുളം ജില്ലാ കളക്ടർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് അനുസരിച്ച് ഉത്തര ജില്ലകളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. IMDയുടെ വെബ്സൈറ്റിൽ നൗകാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന 3 മണിക്കൂറുകളിൽ എത്രമാത്രം തീവ്രതയുള്ള മഴയാണ് പെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അടുത്ത ഒരാഴ്ചത്തെ പ്രൊഡിക്ഷനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കാം. പക്ഷേ നൗകാസ്റ്റ് ഏറെക്കുറെ കൃത്യതയുള്ള കണക്കുകളാണ്. കാരണം അത് ഏറ്റവും അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെയാണ് പ്രവചിക്കുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ IMDയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ കയറി നൗകാസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. എല്ലാ ദിവസവും 2-3 തവണ നൗകാസ്റ്റിൽ ഒന്ന് കയറി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതിനനുസരിച്ചുള്ള ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഒരു കാരണവശാലും ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ നിങ്ങൾ പുഴ അരികിലേക്കോ അല്ലെങ്കിൽ പുഴയിലേക്കോ ഇറങ്ങാതിരിക്കുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിന്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. 3000 രൂപയാണ് കോഴ്സിന്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.